എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, 2025 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേം വീഥികളിലൂടെ അവനെ ക്രൂശിക്കുക എന്ന് കണ്ടം പൊട്ടുമാർ ഉച്ചത്തിൽ ആക്രോശിക്കുന്ന ജനത്തിനിടയിലൂടെ വലിച്ചിഴക്കപ്പെട്ട് നാലാൾ പിടിച്ചാൽ ഉയരാത്ത കുരിശും തോളത്ത് വെച്ചു കൊടുത്ത് അടിച്ചും ഇടിച്ചും തുപ്പിയും അവഹേളിച്ച് ഗാഗുൽത്ത മലയുടെ നെറുകയിലേക്ക് ഉന്തിത്തള്ളി കയറ്റി കണ്ണിൽ ചോരയില്ലാതെ കാരിരും പാണികൾ കൈത്തണ്ടയിലും കാൽപാദങ്ങളിലും അടിച്ചു കയറ്റി കുരിശിലേറ്റി കൊന്നവനെ ദുഃഖവെള്ളി എന്ന ഈ പുണ്യദിനത്തിൽ ഓർക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഒന്ന് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന്റെ രക്ഷ സാധ്യമായത് തമ്പുരാന്റെ ഈ കുരിശുമരണം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്റെയും നിങ്ങളുടെയും, എന്തിനേറെ ഈ ലോകത്തിന്റെ തന്നെ തലവര മാറ്റി എഴുതിയത് ഗാഗുൽത്തായിൽ ഉയർന്ന ഈ മരക്കുരിശും ആ മരക്കുരിശിൽ ചങ്ക് പിളർന്ന് കിടന്ന എന്റെ യേശു തമ്പുരാനുമാണ് എന്ന സത്യം ഒരിക്കൽ കൂടി ഓർക്കുകയും അടിവരയിട്ട് ഉറപ്പിക്കുകയുമാണ് ഈ ദുഃഖവെള്ളി ആചരണത്തിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ദുഃഖവെള്ളിക്ക് ആംഗ്ലേയ ഭാഷയില് ഗുഡ് ഫ്രൈഡേ എന്നുള്ള നാമകരണം ഉണ്ടാകുവാനിടയായത്. മലയാള ഭാഷയിൽ ദുഃഖവെള്ളി എന്നും ആംഗ്ലേയ ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്നും പേരിട്ട് വിളിച്ചാലും ഈ പുണ്യദിനം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണർത്തുന്ന ചിന്തയും ഭാവനയും ഒന്നു മാത്രമാണ്. ഗാഗുൽത്തായുടെ നെറുകയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു മരക്കുരിശിൽ തൂങ്ങി മരിച്ച എന്റെ തമ്പുരാന്റെ ആ രൂപം, അവിടെ ചമ്മട്ടിയടിയേറ്റ് ചിതറിത്തെറിച്ച പച്ച മാംസത്തിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ടായിരുന്നിരിക്കാം. അവസാന ശ്വാസം നാസാദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് തള്ളുവാൻ ആയാസപ്പെട്ട് ഏങ്ങി വലിച്ചപ്പോൾ വരിഞ്ഞു മുറുകി പൊട്ടിത്തെറിച്ച നാഡീഞരമ്പുകളുടെ കമ്പന സ്വരം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നിരിക്കാം. കണ്ണിൽ ചോരയില്ലാതെ നെഞ്ചും കൂട് കുത്തിത്തുറന്നപ്പോൾ പൊട്ടിയൊലിച്ച രക്തവും വെള്ളവും പരന്നൊഴുകിയതിന്റെ മർമ്മര സ്വരവും കേട്ടിരിക്കാം. ഏൽ ഏൽ ലാമാ സബഖതാനി, my Lord, why have you forsaken me? എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന യേശു തമ്പുരാന്റെ ചങ്ക് പൊട്ടിയുള്ള നിലവിളി ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് പ്രതിധ്വനിച്ചിരിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവവും കുരിശുമരണവും ആരുടെയെങ്കിലും ഭാവനയിൽ വിരിഞ്ഞ സാങ്കല്പിക കഥയല്ല, പച്ചയായ ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ 2025 വർഷക്കാലം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 5 വർഷത്തിന് മുമ്പ്, പപ്പുവ ന്യൂഗിനിയയില് അപ്പസ്തോലിക് നൂൻഷ്യോ ആയിരിക്കുന്ന അവസരത്തില് ആചരിച്ച നോമ്പ് കാലത്തെ വെള്ളിയാഴ്ചകളിലെ ഭക്തി നിർഭരമായ കുരിശിന്റെ വഴികളിലെ പ്രാർത്ഥനകൾക്കിടയിൽ പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനം ഇന്നും എൻ്റെ കണ്ണു നിറയ്ക്കുന്നതാണ്. ആ ആഫ്രിക്കൻ അമേരിക്കൻ ഭക്തിഗാനത്തിന്റെ വരികൾ ഇപ്രകാരമാണ്: Were you there when they crucified my Lord?
Were you there when they crucified my Lord? എന്റെ കർത്താവിനെ കാരിരും പാണികളാൽ തറച്ച കുരിശിലേറ്റിയപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നോ? നീ എന്തെടുക്കുകയായിരുന്നു എന്റെ കർത്താവ് കുരിശിൽ പിടഞ്ഞ് മരിച്ചപ്പോൾ? എന്റെ മനസാക്ഷിക്ക് നേരെ ചട്ടുളി പോലെ തറഞ്ഞു കയറിയ ആ ചോദ്യം എന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് ആനയിക്കുകയാണ്. ആരാണ് എന്റെ കർത്താവിനെ കുരിശിലേറ്റിയത്? ആരാണ് അവനെ കുരിശിൽ തറച്ചു കൊന്നത്? 2025 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കുറെ മനുഷ്യർക്ക് നേരെ വിരൽ ചൂണ്ടി നാമൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്, അവരാണ് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത് എന്ന്. അവരുടെ ക്രൂരതയാണ്, കണ്ണിൽ ചോരയില്ലായ്മയാണ് അവന് കുരിശിൽ പിടഞ്ഞ് മരിക്കുവാൻ ഇടയാക്കിയത് എന്ന്. അവരിൽ യഹൂദ പാരമ്പര്യങ്ങളുടെ കാവലാളുകളെന്നും പഴയ നിയമഗ്രന്ഥം അരിച്ചു കലക്കി കുടിച്ചവരെന്നും വീമ്പിളക്കിക്കൊണ്ടിരുന്നിട്ടും ആ പഴയ നിയമഗ്രന്ഥത്തിൽ കാലാകാലങ്ങളായി പ്രവാചകന്മാർ കുറിച്ചു വെച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ മുഖം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ച് അവന്റെ വാക്കിലും പ്രവൃത്തിയിലും അസൂയ കൊണ്ട് അവനെ ഇല്ലാതാക്കാൻ കോപ്പ് കൂട്ടിയ ഫരീസേയരും നിയമജ്ഞരുമുണ്ട്. ഗുരു സുസ്തി എന്ന് പറഞ്ഞ് ഒരു ചുംബനം കൊണ്ട് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് സ്വന്തമാക്കി സ്ഥലം വിട്ട യൂദാസും അവർക്കിടയിലുണ്ട്. ഒറ്റുകാരനായ യൂദാസിനൊപ്പം വന്നവർ വാളും വടികളുമായി യേശുവിനെ പിടികൂടുവാൻ പാഞ്ഞെത്തിയപ്പോൾ 3 വർഷക്കാലം തങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നടന്ന ഗുരുവിനെ ഉപേക്ഷിച്ച് ഉടുതുണി പോലും ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞ ശിഷ്യന്മാരും ആ ഗണത്തിലുണ്ട്. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് വീമ്പിളക്കിയവൻ, അപ്പസ്തോല പ്രമുഖനായി കർത്താവ് നിയമിച്ചവൻ, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം അറിയില്ല അവനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, അവനും ഉണ്ടാകും അവരുടെ ഇടയില്. പീലാത്തോസിന്റെ അരമനയ്ക്ക് മുമ്പില് അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച് നിഷ്കളങ്കതയുടെ ആകത്തുകയായ ക്രിസ്തുവിനെ തങ്ങൾക്ക് വേണ്ടെന്നും കള്ളനും കൊള്ളക്കാരനും കൊലപാതകയുമായ ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് മുറവിളി കൂട്ടിയ ആ വലിയ ജനക്കൂട്ടവുമുണ്ട്. തടിച്ചുകൂടി അലറി വിളിക്കുന്ന ജനക്കൂട്ടത്തിന്റെ ആവശ്യം അന്യായമാണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും പൊതുജനവികാരം ഭയന്ന് സത്യത്തിന്റെ മൂർത്തി തന്നെയായ ക്രിസ്തുവിനെ മരണത്തിന് വിധിച്ച് കൈകഴുകി ഒഴിഞ്ഞു മാറിയ പീലാത്തോസും ഉണ്ടാക്കൂട്ടത്തില്. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ യേശുവിനെ അധിക്ഷേപിച്ച ഇടതുവശത്തെ കുരിശിൽ കിടന്ന കള്ളനുമുണ്ടാകും ആ കൂട്ടത്തിൽ. ശ്വാസം നിലച്ച് മരിച്ചു കിടന്നിട്ടും വെറുതെ വിടാതെ കുന്തം കൊണ്ട് കുത്തി ചങ്കു പിളർന്ന് രക്തവും വെള്ളവും ഒഴുക്കിയ പട്ടാളക്കാരനും അവരിൽ ഒരുവനാണ്. ഇങ്ങനെ ഒത്തിരി വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടി പറയുവാനുണ്ടാകും നമുക്ക്, അവരാണ് എൻ്റെ കർത്താവിനെ കുരിശിൽ ഏറ്റിയത് എന്ന്. പക്ഷെ എന്റെയും നിങ്ങളുടെയും ചങ്കിൽ തറഞ്ഞു കയറേണ്ട ചോദ്യം മറക്കരുത്. Were you there when they crucified my Lord? എന്റെ കർത്താവിനെ കുരിശിലേറ്റി കൊന്നപ്പോൾ മകനെ മകളെ നീ എവിടെയായിരുന്നു? അവന്റെ കുരിശു മരണത്തിൽ നിന്റെ പങ്ക് എന്താണ്? 50 ദിവസം കഠിനമായ നോയമ്പ് നോറ്റുകൊണ്ടോ കുറെ ഭക്താഭ്യാസങ്ങൾ നടത്തിയത് കൊണ്ടോ പൊരിവെയിലത്ത് ആഘോഷമായ ഒരു കുരിശിന്റെ വഴി നടത്തിയത് കൊണ്ടോ ഒന്നും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല. യേശുവിന്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും കാരണക്കാരെന്ന് എണ്ണി പറഞ്ഞു വെച്ച ഇവരിൽ ആരുടെയെങ്കിലും മുഖഭാവമോ മനഭാവമോ നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ട നിമിഷങ്ങളാണിത്.
അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെ ക്രിസ്തു ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. ട്രെയിനിലും ബസ്സിലും നാട്ടുവഴികളിൽ നഗരവീഥികളിലും അവൻ ആക്രമിക്കപ്പെടുകയാണ്. അവനിന്നും കുരിശു ചുമക്കുകയാണ്. അവനിന്നും അവഹേളിക്കപ്പെടുകയാണ്. അവനിന്നും ആട്ടിപ്പായിക്കപ്പെടുകയാണ്. സത്യമെന്തെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും സത്യത്തെ മൂടിവെച്ച് കള്ളന്മാരുടെയും അന്തിച്ചർച്ചക്കാരുടെയും കള്ളസാക്ഷ്യത്തെ സത്യമായി അവതരിപ്പിച്ച് അന്യായമായി വിധിക്കപ്പെടുകയാണ് ക്രിസ്തു ഇന്നും എന്നും. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും മാധ്യമ വിചാരണ ഭയന്ന് അഭിനവ പിലാത്തോസുമാര് നിരപരാധികളെ കുറ്റം വിധിച്ച് കൈകഴുകി ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. 30 വെള്ളിക്കാശിന് എൻ്റെ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ മുഖം എനിക്കുണ്ടോ? യൂദാസ് ഒരിക്കൽ മാത്രമാണ് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തത് എന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ, ആ യൂദാസിന്റെ മുഖഭാവമുള്ള ഞാൻ, എത്ര പ്രാവശ്യം, എത്രയോ വട്ടം എൻ്റെ തമ്പുരാനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി എത്രയോ വട്ടം ഞാൻ എൻ്റെ കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി, എൻ്റെ ജോലി സാധ്യതകൾക്ക് വേണ്ടി, എൻ്റെ പ്രൊമോഷന് വേണ്ടി, എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ഞാൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ടില്ലേ? എൻ്റെ സഹോദരങ്ങൾക്കെതിരായിട്ട് ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞപ്പോഴും, അവനെതിരായിട്ട് ഞാൻ ദൂഷണമുണ്ടാക്കിയപ്പോഴുമൊക്കെയും ഞാൻ എൻ്റെ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു. യൂദാസിന്റെ ചുംബനത്തെക്കാൾ യേശുവിനെ വേദനിപ്പിച്ചത് പത്രോസിന്റെ തള്ളിപ്പറയലായിരിക്കാം. ഏതാനും നിമിഷം ചൂട് കാഞ്ഞിരിക്കുവാൻ വേണ്ടി ഒരു വാതിൽ സൂക്ഷിപ്പുകാരിയായ ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പില് പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. നിമിഷമാത്ര പ്രസക്തങ്ങളായ സുഖങ്ങൾക്കായി, എൻ്റെ വ്യക്തി സന്തോഷങ്ങൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ട ഞാൻ മാധ്യമ വിചാരണ ഭയന്ന്, അന്തിച്ചർച്ചകൾ ഭയന്ന്, സത്യത്തെ തമസ്കരിക്കാനും മൂടിവെക്കുവാനും ശ്രമിക്കുമ്പോൾ, സത്യം എന്തെന്നറിഞ്ഞിട്ടും യാതൊരു ഒഴുപ്പുമില്ലാതെ അസത്യങ്ങൾ വിളമ്പാനും പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ നാഥനെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ മുഖമുള്ളവനായി തീരുകയാണ്. ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു. എനിക്ക് എന്തുകൊണ്ട് ക്യൂറീൻകാരൻ ശിമയോനായിക്കൂടാ? വെറുതെ വഴിയിൽ നിന്ന ഒരുവനാണവൻ. അവൻ യേശുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ യേശുവിനെ അറിയുക പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും യേശുവിനെ കുരിശ് തറയ്ക്കുവാൻ ആഗ്രഹിച്ചവർ അവനെ ജീവനോടെ കുരിശ് തറയ്ക്കണമെന്നുള്ള അവരുടെ അധമ്യമായ വലിയ ആഗ്രഹത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ആഗ്രഹത്താല് ഈ ക്യൂറീൻകാരനായ ശിമയോനെ അവന്റെ കുരിശ് വഹിക്കുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. യേശുവിനോട് അവർക്ക് വലിയ അനുഭവം തോന്നിയിട്ടല്ല അങ്ങനെ ചെയ്തത്. അവനെ ജീവനോടെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ കൃത്യമായിട്ട് തന്നെ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ശിമയോനെ, വഴിപോക്കനായ ശിമയോനെ, യേശുവിന്റെ കുരിശ് വഹിക്കുവാനായിട്ട്, കുരിശിൽ ചുമന്നുകൊണ്ട് അവന്റെ പിന്നാലെ ചെല്ലുവാനായിട്ട് അവനെ ക്ഷണിച്ചത്. യാതൊന്നും പറയാതെ, യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ആ മനുഷ്യൻ യേശുവിനെ സഹായിക്കുന്നു. അവസാനം വരെ യേശുവിന്റെ കുരിശിന്റെ പാതയില്, യേശുവിന്റെ കുരിശിൻ ചുമന്നുകൊണ്ട് അവന് കൂട്ടായി ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ ശിമയോന് സാധിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ഭാവനയിൽ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എൻ്റെ ഭവനത്തിൽ, എൻ്റെ സമൂഹത്തിൽ ഞാനും ഒരു ക്യൂറീൻകാരൻ ശിമയോനായി തീരുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും ഇടയിൽ അത്യാഹിതങ്ങളുടെയും അടിച്ചമർത്തപ്പെടലുകളുടെയും ഒക്കെ കുരിശും പേറി എന്തി വലിഞ്ഞ് നടന്നു നീങ്ങുന്ന ഒത്തിരി വ്യക്തികൾക്ക് സഹയാത്രികനായി തീരുവാനായിട്ട്, സഹായിയായി തീരുവാനായിട്ട്, അവരെ ചേർത്ത് പിടിച്ച് അവരോട് ചേർന്ന് നിൽക്കുവാന്, നീ ഒറ്റയ്ക്കല്ല ഞാനും കൂട്ടുണ്ട് എന്ന് പറയുവാന് സാധിക്കുന്ന തരത്തിൽ ആ ശിമിയോന്റെ ഭാവത്തിലേക്ക് വളരുവാന് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കാകുൽത്തായും അതിൻ്റെ നെറുകയിലെ കർത്താവിൻ്റെ കുരിശും നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്താണത്? അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. പൊറുക്കലിൻ്റെയും ക്ഷമിക്കലിൻ്റെയും സന്ദേശമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്നിവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവസാന ശ്വാസത്തിനായി ഞെരിപിരി കൊള്ളുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച ആ യേശുവിൻ്റെ സ്നേഹത്തിന്റെ മൗഢ്യമാണ്. പരിപൂർണമായി ക്ഷമിച്ചവനാണവൻ. ആ ക്ഷമിക്കലിന്റെ ചൈതന്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ഇന്നും വിളിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അപ്പസ്തോലിക് നുൻഷിയോയായിട്ട് തീരുന്നതിന് മുമ്പ് ഗിനി കൊണക്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയിലെ ഗിനി എന്ന രാജ്യം, അതിൻ്റെ തലസ്ഥാനമാണ് കൊണക്രി. ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന അവസരത്തിൽ സീറോ ലയോണിൽ നിന്ന് നാടുകടത്തപ്പെട്ട, ഭീകരന്മാരെ പേടിച്ച് ഓടി രക്ഷപ്പെട്ട ഒത്തിരിയേറെ മനുഷ്യര് വന്ന് ആശ്രയം പ്രാപിച്ച ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ഗിനിയുടെ തലസ്ഥാനമായ ഈ കൊണക്രി. അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ അവർ ഇംഗ്ലീഷ് മാത്രം ആയ വ്യക്തികളായിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അതിനുള്ള അവസരമുണ്ടായി. എൻ്റെ ആ മിഷൻ സ്ഥലത്തെ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു പങ്ക് സമയവും ഇവർക്കിടയിലാണ് ഞാൻ ചെലവഴിച്ചത്. അവർക്കിടയിൽ ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന, ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ ഞാൻ അൾത്താരിൽ നിന്നുകൊണ്ട് ക്ഷമിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഷെഡാണ്. അതിൻ്റെ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഒരു അമ്മ, ഒരു സ്ത്രീ, അവരുടെ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അച്ഛാ, ഈ കുഞ്ഞിലേക്ക് നോക്കിയിട്ട് ധൈര്യപൂർവ്വം പറയുവാൻ പറ്റുമോ ക്ഷമിക്കാൻ സാധിക്കുമെന്ന്? ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. പ്രസംഗത്തിനിടയിലാണ് സ്ത്രീ എഴുന്നേറ്റ് സംസാരിക്കുന്നത്. ഞാൻ ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞു. കാരണം 2 കൈയുമില്ലാത്തൊരു പെൺകുഞ്ഞ്. സംഭവിച്ചതാണ്, ആ സീറോ ലയോൺ എന്ന സ്ഥലത്ത് റിബൽ ഗ്രൂപ്പുകാർ വന്ന് അവിടെയുള്ള ജനങ്ങളെ ആക്രമിച്ച് വെട്ടിയും കുത്തിയും കൊന്നും കൊലവിളിച്ചും കടന്നുപോയപ്പോൾ ഈ കുഞ്ഞിന്റെ കാലിൽ ഉയർത്തിപ്പിടിച്ച് വാളുകൊണ്ട് വെട്ടിയരിഞ്ഞ് മാറ്റിയതാണ് ആ കുഞ്ഞിന്റെ കൈകള്. ആ കുഞ്ഞിന്റെ കൈകളിലേക്ക് നോക്കിയിട്ടാണ് അമ്മ ചോദിക്കുക, അച്ഛാ പറയണം, ഈ കുഞ്ഞിന്റെ കൈ അറുത്ത് മാറ്റിയ ആ കാപാലികരോട് ക്ഷമിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന്. ഒരു നിമിഷത്തേക്ക് സ്തബ്ധനായി പോയ ഞാൻ എന്തുത്തരം പറയണമെന്നറിയാതെ വിറങ്ങലിച്ചു നിന്ന ഞാന് അൾത്താരയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ക്രൂശിത രൂപമാണ്. ആ ക്രൂശിത രൂപത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ, നിന്നെ പോലെ. എന്റെ ചങ്കിപ്പോഴും പിടക്കിയാണ് ആ രംഗം ഓർക്കുമ്പോൾ. ഞാൻ പറഞ്ഞു ആ സ്ത്രീയോട്, അമ്മേ, നിന്നെ പോലെ തന്നെ ഒരു മകനെ കുരിശിൽ തറച്ചു കൊന്നപ്പോൾ ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച ഒരമ്മയുണ്ട്, പരിശുദ്ധ കന്യക മറിയം. അവൾ ക്ഷമിച്ചവളാണ്. അതുകൊണ്ട് തന്നെ നീയും ക്ഷമിക്കണമെന്ന്. അങ്ങനെ പറയുവാൻ സാധിച്ചത് കർത്താവിന്റെ
ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യവും അതിനുള്ള ആ വലിയ ഉറപ്പും ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുവാൻ സാധിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശ് നമ്മളുടെ മനുഷ്യ വേദനയ്ക്ക് പരിഹാരമാണ്. മനുഷ്യ ദുഃഖങ്ങളുടെ ആകത്തുകയാണ് കുരിശ്. സഹിക്കുന്നവന്റെ ബോധ്യവൃക്ഷമാണ് കുരിശ്. ആ കുരിശിൽ മരിച്ചവൻ എന്റെയും നിങ്ങളുടെയും ദുഃഖങ്ങൾ, വേദനകള്, സഹനങ്ങള് ഒന്നൊഴിയാതെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചവനാണ്. അവനറിയാം നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ എന്താ എന്ന്. അവനറിയാം നമ്മുടെ ജീവിതത്തിന്റെ ദുരിതങ്ങൾ എന്ത് എന്ന്. അവനറിയാം നമ്മുടെ ഭവനങ്ങളില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശരീരത്തില് നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നാണക്കേടുകളും ഒക്കെ അവനറിയാം. അവൻ അതെല്ലാം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചവനാണ്. അവൻ അതെല്ലാം സ്വന്തം ജീവിതത്തില്, സ്വന്തം ശരീരത്തില് അനുഭവിച്ച് തീർത്തവനാണ് എന്നുള്ള ആ ഒരു ഉറപ്പാണ് അവനിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഒരു കാന്തം പോലെ വലിച്ചെടുപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുവാനുള്ള ഒരു ആശ്രയം അവനാണ്. ഈ കുരിശിൽ നമുക്ക് വേണ്ടി തൂങ്ങി മരിച്ചു കിടക്കുന്ന അവനാണ് നമ്മുടെ ആശ്രയം. അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ രക്തവും വെള്ളവും അത് നമ്മളുടെ രക്ഷയാണ്. അവന്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയമാണ് നമ്മുടെ എല്ലാവരുടെയും ആശ്രയഭാവം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ദുഃഖവെള്ളിയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത അനുഭവങ്ങളെയും ഈ കുരിശിന്റെ പാദങ്ങളിലേക്ക് ചേർത്ത് വെച്ചിട്ട്, കർത്താവേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ആ രക്തവും വെള്ളവും എന്റെ ശരീരത്തിലും എന്റെ ജീവിതത്തിലും ഒഴുകിയിറങ്ങുവാനും അത് എന്റെ വിശുദ്ധീകരണത്തിന് കാരണമായി തീരുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് കൈനീട്ടി നമ്മെ സ്വീകരിച്ചാൽ പിന്നെ വേറെന്താണ് നമുക്ക് പേടിക്കുവാനുള്ളത്? ഈ ദുഃഖവെള്ളിയും ഈ ഗാഗുൽത്തായും ഈ മരക്കുരിശും ഇതൊന്നും ഒരു അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. 3 ദിവസം കഴിയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അവൻ ഉദ്ധിതനാകും. ആ ഉദ്ധിതനായ കർത്താവിന്റെ ആ മഹത്വത്തിലേക്ക് പങ്കുകാരാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള ആ വലിയൊരു വിശ്വാസവും ആ വലിയൊരു പ്രതീക്ഷയുമാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. അതാണ് ഈ ദുഃഖവെള്ളിയുടെ ആചരണം കഴിഞ്ഞ് ഈ ദേവാലയത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തേണ്ടതും അത് തന്നെയാണ്. ഈ ദുഃഖവെള്ളി ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവിന്റെ ആ മഹത്വത്തിലേക്ക് പങ്കുചേർന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷയിലേക്ക് നടന്നു കയറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ആ കുരിശിന്റെ പാദങ്ങളെ പുണർന്നുകൊണ്ട് നിന്നിരുന്ന പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നമുക്ക് തേടാം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തില് എന്നും ആശ്രയമാണ്. അവളുടെ ആ വലിയ ആശ്രയത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അമ്മേ, നിന്റെ തിരുക്കുമാരന്റെ വേദനകളിൽ പങ്കുചേർന്ന ഞങ്ങളെ എല്ലാവരെയും നിന്റെ തിരുക്കുമാരന്റെ മാധ്യസ്ഥത്താല്, നിന്റെ തിരുക്കുമാരന്റെ സന്നിധിയില് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമേ എന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി കൈവിരിച്ചു നിൽക്കുന്ന ആ കർത്താവിന്റെ പാദങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത ഭാരങ്ങളെയും നമ്മുടെ ദുരിതങ്ങളെയും നമ്മുടെ കഷ്ടപ്പാടുകളെയും നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കർത്താവിന്റെ ആ കുരിശിന്റെ തണലില് അഭയം പ്രാപിച്ച ഈ ദുഃഖവെള്ളിയുടെ ചൈതന്യത്തിന് മുന്നേറുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാൻ പരിശ്രമിക്കാം.